നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രത്തിനൊപ്പം വളർന്ന പാരമ്പര്യമാണ് ജെഎം ഫിനാൻഷ്യൽ ഗ്രൂപ്പിനുള്ളത്. 1973 ഒരു കൺസൾട്ടൻസിയായി തുടങ്ങി പിന്നീട് രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ മ്യൂച്വൽ ഫണ്ടുകളിൽ ഒന്നായി മാറിയ ഇവർ പതിറ്റാണ്ടുകളായി നിക്ഷേപകരുടെ വിശ്വസ്ത പങ്കാളിയാണ്. കടബാധ്യതകളില്ലാത്ത ഈ സാമ്പത്തിക ശക്തിയുടെ വൈവിധ്യമാർന്ന ഫണ്ടുകളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു ഫണ്ടിനെ കുറിച്ചാണ് ഈ സെഷനിൽ സംസാരിക്കുന്നത്. 1993-94 കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലൊന്നാണ് ജെഎം ഫിനാൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്. ഇന്ത്യൻ സാമ്പത്തിക സേവന രംഗത്ത് ദീർഘകാലത്തെ പാരമ്പര്യമുള്ള ജെഎം ഫിനാൻഷ്യൽ ഗ്രൂപ്പിന്റെ ഉപകമ്പനിയാണിത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ദശകങ്ങളിൽ തന്നെ മൂലധന വിപണിയിൽ താൽപര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയ കമ്പാനി കുടുംബത്തിന്റെ ദീർഘവീക്ഷണമാണ് ജെഎം ഫിനാൻഷ്യൽ ഗ്രൂപ്പിന്റെ അടിത്തറ പാകിയത്. ഇതിന്റെ തുടർച്ചയായി 1973 സെപ്റ്റംബർ 15 ഗ്രൂപ്പിന് കീഴിലുള്ള ആദ്യ സംരംഭമായ ജെഎം ഫിനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടൻസി സർവീസസ് പ്രവർത്തനം ആരംഭിച്ചു. ബ്ലൂ ചിപ്പ് കമ്പനികളിലെ നിക്ഷേപ സാധ്യതകളെ കുറിച്ച് ഇന്ത്യൻ ജനതയെ ബോധവൽക്കരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രമുഖ വ്യക്തിയും മിസ്റ്റർ നിമേഷ് എൻ കൃപാനിയായിരുന്നു ഈ സ്ഥാപനത്തിന്റെ ആദ്യ ചെയർപേഴ്സൺ. തുടർന്ന് വളർച്ചയുടെ പാതയിലായിരുന്ന ഗ്രൂപ്പ് 1986 ജനുവരി 30 ജെഎം ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് സ്ഥാപിച്ചു. ഇന്നത്തെ ജെഎം ഫൈനാൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ മുൻഗാമിയായി മാറിയത് ഈ സ്ഥാപനമാണ്. ജെഎം ഇക്വിറ്റി ഫണ്ട്, ജെഎം ലിക്വിഡ് ഫണ്ട്, പിന്നീട് ജെഎം ഇൻകം ഫണ്ട് എന്ന പേരിൽ അറിയപ്പെട്ടു. ജെഎം ബാലൻസ്ഡ് ഫണ്ട് എന്നീ 3 ഫണ്ടുകൾ ഒരേ സമയം അവതരിപ്പിച്ചുകൊണ്ടാണ് കമ്പനി അതിന്റെ ജൈത്രയാത്ര ആരംഭിച്ചത്. 1997 ലോകോത്തര സാമ്പത്തിക സേവന കമ്പനിയായ മോർഗൻ സ്റ്റാൻലിയുമായി തന്ത്രപ്രധാനമായ ഒരു സംയുക്ത സംരംഭത്തിൽ ഏർപ്പെട്ടത് ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് വലിയ വേഗത പകർന്നു. ഈ മുന്നേറ്റത്തിന്റെ ഫലമായി 2001 എല്ലാ ബാധ്യതകളും തീർത്ത് കമ്പനി ഒരു കടരഹിത സ്ഥാപനമായി മാറി. തുടർന്ന് 2006 കോർപ്പറേറ്റ് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ആരംഭിക്കുകയും ജെഎം സെക്യൂരിറ്റീസിനെ ലയിപ്പിക്കുകയും ചെയ്തു. 2008 ജെഎം ഫൈനാൻഷ്യൽ ആസ്ക് സെക്യൂരിറ്റീസിനെ ഏറ്റെടുത്ത് വിപുലീകരണ നടപടികൾ തുടർന്നു. കൂടാതെ ഇന്തോ ആഫ്രിക്കൻ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ഉപദേശക സേവനങ്ങൾ നൽകാനായി ആഗോളതലത്തിൽ പുതിയ കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തു. ഫലപ്രദമായ റിസ്ക് മാനേജ്മെന്റിലൂടെ ഉപഭോക്താക്കൾക്ക് ഉയർന്ന ലാഭവും കൃത്യമായ സാമ്പത്തിക ഉപദേശങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇവർ ഇക്വിറ്റി, ഡെപ്റ്റ്, ELSS, ലിക്വിഡ് ഫണ്ടുകൾ എന്നിങ്ങനെ എല്ലാത്തരം മ്യൂച്വൽ ഫണ്ട് സേവനങ്ങളും ലഭ്യമാക്കുന്നുണ്ട്. പരിചയസമ്പന്നരായ ഫണ്ട് മാനേജർമാരുടെ മികവിൽ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ ഇന്നും സജീവമായ സാന്നിധ്യമായി ജെഎം ഫൈനാൻഷ്യൽ തുടരുന്നു. ജെഎം ഫിനാൻഷ്യൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒന്നാണ് ജെഎം ഫ്ലെക്സി ക്യാപ് ഫണ്ട്. കമ്പനികളുടെ വലുപ്പ വ്യത്യാസമില്ലാതെ ലാർജ്, മിഡ്, സ്മോൾ ക്യാപ് വിഭാഗങ്ങളിലെ മികച്ച അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഇക്വിറ്റി ഫണ്ടാണിത്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കനുസരിച്ച് വാർഷികാടിസ്ഥാനത്തിൽ 19.29% എന്ന മികച്ച ലാഭം നൽകാൻ ഫണ്ടിന് സാധിച്ചിട്ടുണ്ട്. ഗ്രാഫുകൾ സൂചിപ്പിക്കുന്ന പോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫണ്ട് സ്ഥിരതയുള്ള വളർച്ചാ നിരക്ക് നിലനിർത്തുന്നുണ്ടെങ്കിലും ഇത് വെരി ഹൈ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനാൽ ഉയർന്ന റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള നിക്ഷേപകർക്ക് മാത്രമാണ് കൂടുതൽ അനുയോജ്യം. നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിലേക്ക് വൈവിധ്യമാർന്ന ഓഹരികളെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച നേട്ടം നൽകാൻ സാധ്യതയുള്ള ജെഎം ഫിനാൻഷ്യലിന്റെ ഫ്ലെക്സി ക്യാപ് ഫണ്ട് മികച്ച തിരഞ്ഞെടുപ്പാണ്. ഫണ്ടിന്റെ NAV 106 രൂപയാണ്. സാധാരണക്കാർക്കും നിക്ഷേപം എളുപ്പമാക്കുന്ന രീതിയിൽ വെറും 100 രൂപ മുതൽ SIP ആരംഭിക്കാൻ ഈ ഫണ്ട് അവസരം നൽകുന്നു. ഏകദേശം 5040.51 കോടി രൂപയുടെ നിക്ഷേപ ശേഖരം കൈകാര്യം ചെയ്യുന്ന ഈ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.86% മാത്രമാണ്. നിക്ഷേപകർക്കിടയിലുള്ള ഇതിന്റെ സ്വീകാര്യതയും മികച്ച പ്രകടനവും പരിഗണിച്ച് 4 സ്റ്റാർ റേറ്റിംഗ് ഈ ഫണ്ടിന് ലഭിച്ചിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ മികച്ച ആസ്തി മാനേജ്മെന്റും സുതാര്യമായ പ്രവർത്തനവുമാണ് ഫണ്ടിനെ ആകർഷകമാക്കുന്നത്. മാസം 100 രൂപ വീതം നിക്ഷേപിക്കുന്ന ഒരാൾക്ക് വിവിധ കാലയളവുകളിൽ ലഭിക്കാവുന്ന ലാഭം നോക്കാം. ഈ ഫണ്ടിൽ ദീർഘകാല നിക്ഷേപം തുടരുന്നത് മികച്ച നേട്ടമാണ് നൽകുന്നത്. ഒരു വർഷത്തെ നിക്ഷേപത്തിൽ -183% നേരിയ കുറവ് കാണിച്ചിട്ടുണ്ടെങ്കിലും സമയം കൂടുന്തോറും റിട്ടേൺസ് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 3 വർഷം കൊണ്ട് 3600 രൂപ നിക്ഷേപിച്ചത് 3884 രൂപയായി വളർന്നിട്ടുണ്ട്. 5 വർഷത്തെ കാലയളവിൽ 6000 എന്ന നിക്ഷേപം 8401 രൂപയായി മാറുന്നു. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ദീർഘകാല നിക്ഷേപത്തിലാണ്. 10 വർഷം മാസം 100 രൂപ വീതം നിക്ഷേപിച്ച ഒരാളുടെ 12000 എന്ന തുക 136% വളർച്ചയോടെ 28420 രൂപയായി ഉയർന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ചെറിയ തുകയാണെങ്കിൽ പോലും ദീർഘകാലത്തേക്ക് നടത്തുന്ന നിക്ഷേപം വലിയ ലാഭം നൽകുമെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ ഫണ്ടിലെ ഒറ്റത്തവണ നിക്ഷേപം ദീർഘകാലത്തേക്ക് നിലനിർത്തുന്ന അസാധാരണമായ വളർച്ചയാണ് നൽകുന്നത്. ഒരു വർഷത്തെ നിക്ഷേപത്തിൽ -1.4% നേരിയ കുറവ് കാണിച്ചെങ്കിലും കാലാവധി കൂടുന്തോറും നിക്ഷേപത്തിൽ വലിയ തുക വരുന്നുണ്ട്. 3 വർഷം കൊണ്ട് നിങ്ങളുടെ 1000 രൂപ 1698 രൂപയായി വളർന്നിട്ടുണ്ട്. 5 വർഷത്തെ കാലയളവിൽ ഇത് 2310 രൂപയായി ഉയർന്നു. എന്നാൽ ഏറ്റവും വലിയ നേട്ടം 10 വർഷ കാലയളവിലാണ്. 10 വർഷം മുൻപ് നിക്ഷേപിച്ച 1000 രൂപ 405% എന്ന വൻ വളർച്ചയോടെ 5051 രൂപയായി മാറിയിട്ടുണ്ട്.
ചുരുക്കത്തിൽ വിപണിയിലെ ചലനങ്ങൾക്കിടയിലും ദീർഘകാലം ക്ഷമയോടെ നിക്ഷേപം തുടരുന്നവർക്ക് ഈ ഫണ്ട് മികച്ച സമ്പത്ത് നൽകുമെന്ന് കണക്കുകൾ തെളിയിക്കുന്നു. ജയം ഫ്ലെക്സിക്യാ ഫണ്ട് തങ്ങളുടെ നിക്ഷേപം ആകെ 78 പ്രമുഖ കമ്പനികളായി വളരെ മികച്ച രീതിയിൽ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബാങ്കിംഗ് സ്ഥാപനങ്ങളായ HDFC ബാങ്ക്, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ ഉൾപ്പെടുന്ന ഫൈനാൻഷ്യൽ സെക്ടറിനാണ് ഈ പോർട്ട്ഫോളിയോയിൽ വലിയ മുൻഗണന നൽകിയിരിക്കുന്നത്. ഊർജ്ജ മേഖലയിലെ കരുത്തരായ റിലയൻസ് ഇൻഡസ്ട്രീസ്, NTPC എന്നിവയ്ക്കൊപ്പം ആരോഗ്യ മേഖലയിൽ നിന്ന് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസും കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഭാരതി എയർടെലും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഉപഭോക്തൃ ഉൽപ്പന്ന മേഖലയിൽ ഗോഡ്ഫ്രേ ഫിലിപ്സ് പോലുള്ള കമ്പനികളിലെ നിക്ഷേപം വഴി റിസ്ക് കുറയ്ക്കാനും വിപണിയിലെ വിവിധ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സ്ഥിരതയുള്ള വളർച്ച ഉറപ്പാക്കാനും ഫണ്ടിന് സാധിക്കുന്നു. വിവിധ വ്യവസായ മേഖലകളിലെ ഈ കരുത്തുറ്റ നിക്ഷേപ ശേഖരം ഫണ്ടിന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മികച്ച പ്രകടനത്തിന് അടിത്തറയേകുന്നു. ഏകദേശം 5008 കോടി രൂപയുടെ ആസ്തി കൈകാര്യം ചെയ്യുന്ന ജയം ഫ്ലെക്സിക്യാ ഫണ്ട് വിവിധ വ്യവസായ മേഖലകളിലായി തങ്ങളുടെ നിക്ഷേപം വളരെ സമതുലിതമായ രീതിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം ഫൈനാൻഷ്യൽ സെക്ടറിലും തുടർന്നുള്ള സ്ഥാനങ്ങൾ കൺസ്യൂമർ ഡിസ്ക്രിഷണറി, ഇൻഡസ്ട്രിയൽസ്, എനർജി എന്നീ മേഖലകൾക്കുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ മെറ്റീരിയൽസ്, ഹെൽത്ത് കെയർ, ടെക്നോളജി തുടങ്ങിയ വൈവിധ്യമാർന്ന രംഗങ്ങളിൽ നിക്ഷേപം വ്യാപിപ്പിച്ചതിലൂടെ റിസ്ക് കുറയ്ക്കാൻ ഫണ്ടിന് സാധിച്ചിട്ടുണ്ട്. ഫണ്ടിന്റെ സാമ്പത്തിക സൂചകങ്ങൾ പരിശോധിച്ചാൽ ബെഞ്ച്മാർക്കിനേക്കാൾ മികച്ച പ്രകടനം സൂചിപ്പിക്കുന്ന 4.22 എന്ന ഉയർന്ന ആൽഫ നിരക്കും മികച്ച റിസ്ക് റിട്ടേൺ അനുപാതം വ്യക്തമാക്കുന്ന 0.8 എന്ന ഷാർപ്പ് റേഷ്യോയും ഇതിന്റെ കരുത്ത് വ്യക്തമാക്കുന്നു. പോർട്ട്ഫോളിയോയുടെ 50% നിക്ഷേപവും മുൻനിരയിലുള്ള 20 കമ്പനികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതും 21.66 PE റേഷ്യോയും സൂചിപ്പിക്കുന്നത് കൃത്യമായ മൂല്യമുള്ള മികച്ച ഓഹരികളിലാണ് ഈ ഫണ്ട് നിക്ഷേപം നടത്തിയിട്ടുള്ളത് എന്നാണ്. 5 പതിറ്റാണ്ടിന്റെ വിശ്വസ്തതയും ആധുനിക നിക്ഷേപ തന്ത്രങ്ങളും കൈകോർക്കുന്ന ഇടമാണ് ജയം ഫിനാൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്. കരുത്തുറ്റ ചരിത്രവും ജയം ഫ്ലെക്സിക്യാ ഫണ്ട് പോലുള്ള മികച്ച പ്രകടനം നടത്തുന്ന സ്കീമുകളും ഈ സ്ഥാപനത്തെ നിക്ഷേപകരുടെ പ്രിയപ്പെട്ടതാക്കുന്നു. വിപണിയിലെ മാറ്റങ്ങൾക്കൊപ്പം വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ജയം ഫിനാൻഷ്യൽ മികച്ചൊരു പ്ലാറ്റ്ഫോമാണ് ഒരുക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾക്കും റിസ്ക് എടുക്കാനുള്ള കഴിവിനും അനുസരിച്ച് ഇത്തരം ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച സമ്പത്ത് സൃഷ്ടിക്കാൻ സഹായിക്കും.